എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വർഷത്തെ ഓണം സീരീസിലെ 15ാമത്തെ എപ്പിസോഡാണ്. ഓണസദ്യയിലേക്കുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഭവങ്ങളുടെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് പാലടപ്രഥമനിലാണ്. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കി നല്ല അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാ റെസിപ്പികളും പലതവണ ട്രൈ ചെയ്ത് നോക്കി 100% ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഇളക്കി കുറുക്കി വരട്ടിയെടുത്ത പരിപ്പ് പായസമാണ്. ഈ കൊറോണ കാലത്തെ പ്രതിസന്ധികൾക്കിടയിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഈ ഓണം സ്ട്രോബെറി ചാനലിനൊപ്പം ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഒരു 20-25 കാഷ്യൂ നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും വേണമെന്നില്ല, ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഫ്ലെയിം ലോയ്ക്കും മീഡിയത്തിനും ഇടയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉണക്കമുന്തിരി യൂസ് ചെയ്യുക. ഇതൊരു 3 ടേബിൾ സ്പൂൺ അളവുണ്ട്. ഇതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഇതിപ്പോൾ ഒരുമാതിരി എല്ലാ മുന്തിരിയും ഒന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനി കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ തേങ്ങാക്കൊത്ത് ചേർക്കാം. അതും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പായസത്തിലേക്കുള്ള തേങ്ങാക്കൊത്തായതുകൊണ്ട് വളരെ കനം കുറച്ച് ചെറിയ സൈസിൽ വേണം മുറിച്ചെടുക്കാൻ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ തന്നെ ഒരു ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണം. ഇത് നല്ല കനം കുറഞ്ഞ തേങ്ങാക്കൊത്തായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി തേങ്ങാക്കൊത്ത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഈ പായസത്തിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പരിപ്പാണ് വറുത്തെടുക്കേണ്ടത്. ഞാനിവിടെ ഈ ചെറുപയർ പരിപ്പാണ് പായസത്തിനായി എടുക്കുന്നത്. ഈ പരിപ്പിന് പകരം കടലപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് പരിപ്പായാലും ഒരേ രീതിയിൽ തന്നെയാണ് പായസം റെഡിയാക്കുന്നത്. 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പരിപ്പ് വറുത്തെടുക്കണം. ചിലർ പരിപ്പ് വറുത്തതിന് ശേഷം കഴുകും, മറ്റു ചിലർ കഴുകിയതിന് ശേഷം വറക്കും. ഞാനിവിടെ കഴുകിയതിന് ശേഷമാണ് വറക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് നന്നായി 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് വെള്ളം നന്നായി വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലിട്ട് വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകട്ടെ. ഒരു 10-20 മിനിറ്റ് വരെ ഇങ്ങനെ വയ്ക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത നെയ്യ് ബാക്കിയുണ്ട്. അതേ നെയ്യ് തന്നെ എടുത്താൽ മതി. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നന്നായി വെള്ളം വാർന്ന് ഇത് ഏകദേശം നല്ല ഡ്രൈ ആയി തന്നെ ഇരിപ്പുണ്ട്. വെള്ളമയം ഇതിൽ ഒട്ടും തന്നെ ഇല്ല. ഇച്ചിരി വെള്ളമയം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായി ഫ്രൈ ആയി വരും. അതുപോലെ തന്നെ ഇതെല്ലാം ഒറ്റ പാനിൽ തന്നെ ചെയ്താൽ മതി. ഞാൻ ഈ പരിപ്പ് മുഴുവൻ ഒരുമിച്ച് വറുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു വലിയ പാൻ എടുത്തത്. അങ്ങനെ വേണമെന്നില്ല. ചെറിയ പാനാണെങ്കിൽ 2 ട്രിപ്പായിട്ട് വറുത്തെടുത്താലും മതി. നെയ്യ് കുറവാണെന്ന് തോന്നിയാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കുന്നത്. കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് വറുത്ത് പാകത്തിലാക്കാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. പിന്നെ ഓരോരുത്തരുടെയും ഫ്ലെയിം അനുസരിച്ച് സമയമൊക്കെ ഒന്ന് മാറും. ഈ പരിപ്പ് ഞാനിവിടെ 2 പാകത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് വറുത്തെടുക്കേണ്ട പരുവം പറയുവാണെങ്കിൽ ഇത് കഴുകുന്നതിന് മുന്നേ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഇളക്കിയാൽ നല്ലൊരു ക്രിസ്പി ശബ്ദം കേൾക്കുമല്ലോ, അതുപോലൊരു ശബ്ദം ഇത് പാകത്തിന് ഫ്രൈ ആയി കഴിഞ്ഞ് ഇളക്കുമ്പോൾ കേൾക്കാം. അപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഒരു 1/4 ഭാഗം പരിപ്പ് നമുക്ക് കോരി മാറ്റാം. ബാക്കി 1/4 ഭാഗം പരിപ്പ് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലൊരു ബ്രൗൺ കളർ ആക്കി എടുക്കണം. പരിപ്പ് ഈ രീതിയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തില്ലെങ്കിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് അലിഞ്ഞു പോകും. അപ്പോൾ ഈ 1/4 ഭാഗം പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകാതെ കിടക്കും. അപ്പോൾ പായസത്തിൽ അത് കടിക്കാനായി കിട്ടും. അപ്പോൾ ബാക്കി പരിപ്പ് നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ അതും കൂടി കോരി മാറ്റാം. ഇനി ഇത് വേവിക്കാനായി വയ്ക്കാം. ഈ പരിപ്പ് ഇതേ പാനിൽ തന്നെ തുറന്ന് വെച്ച് വേണമെങ്കിൽ വേവിക്കാം. സാധാരണ പായസം ഉണ്ടാക്കുമ്പോൾ പണ്ടുള്ളവരൊക്കെ അങ്ങനെ തുറന്നു വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. പരിപ്പ് വേഗത്തിൽ വേവിച്ചെടുക്കാനായി ഞാനൊരു കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ വറുത്ത മുഴുവൻ പരിപ്പും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. പച്ചവെള്ളമോ ചൂടുവെള്ളമോ ചേർക്കാം. ഇപ്പോൾ ചേർത്ത വെള്ളത്തിന് പകരം തേങ്ങാ പിഴിഞ്ഞ 3-ാം പാലിൽ വേവിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് കുക്കറിൽ ചെയ്യുന്നത് കൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കാത്തത്. കാരണം കുക്കറിൽ ചീറ്റുമ്പോൾ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ തുറന്ന പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ഈ വെള്ളത്തിന് പകരം 3-ാം പാൽ ചേർക്കാം. ശരിക്കും ഈ പായസം റെഡിയാക്കാൻ ഈ ഒരൊറ്റ കുക്കർ മതി. നമ്മൾ ആദ്യം വറുത്ത കശുവണ്ടിയും കിസ്മസും തേങ്ങാക്കൊത്തൊക്കെ ഈ കുക്കറിൽ തന്നെ വറുത്താൽ മതി. അതിനുശേഷം അവ കോരി മാറ്റിയിട്ട് പരിപ്പും ഇതിൽ തന്നെ വറക്കാവുന്നതാണ്. അപ്പം പല പാത്രങ്ങളൊന്നും കഴുകി ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരൊറ്റ കുക്കർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി കുക്കർ അടച്ച് മീഡിയത്തിനും ഹൈയിലും ഇടയിലൊരു ഫ്ലെയിമിലിട്ട് 3 വിസിൽ വേവിക്കാം. ഇതിപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോകാനായി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് പായസത്തിലേക്ക് വേണ്ട ശർക്കര ഉരുക്കി വയ്ക്കാം. അതിനായി 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൗൺ ശർക്കരയോ വൈറ്റ് ശർക്കരയോ ഉപയോഗിക്കാം. പക്ഷേ പായസത്തിന് നല്ല ഡാർക്ക് ബ്രൗൺ കളർ കിട്ടണമെങ്കിൽ ബ്രൗൺ ശർക്കര തന്നെ ഉപയോഗിക്കണം. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതാദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി, തന്നെ ഉരുകിക്കോളും. ഇനി ഇത് പെട്ടെന്ന് ഉരുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പരിപ്പ് വേവായോ നോക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് വെന്തുടയാതെ തന്നെ കിടപ്പുണ്ട്. ബാക്കി പരിപ്പൊക്കെ അത്യാവശ്യം വെന്തുടഞ്ഞിട്ടുമുണ്ട്. കറക്റ്റായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ കുക്കറിൽ വെച്ച് തന്നെ ബാക്കി പായസം ഉണ്ടാക്കിയാൽ മതി. ഇത് ഇളക്കി കുറുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാനൊരു വലിയ പാനിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഉരുളിയൊക്കെ ഉള്ളവർ തീർച്ചയായും അതിലിട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഈ 1/2 കിലോ ശർക്കരയെ മുഴുവൻ ചേർക്കുവാണ്. എനിക്കിത് പാകത്തിന് മധുരത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിമധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് ശർക്കരപ്പാനി മുഴുവൻ ചേർക്കണ്ട, കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇളക്കി മധുരം നോക്കിയതിന് ശേഷം ബാക്കി കൂടി ചേർത്താൽ മതി. ഇത് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കണം. അപ്പോഴാണ് ശർക്കരയും പരിപ്പും തമ്മിൽ യോജിച്ച് വരുന്നത്. അത്യാവശ്യം ഒന്ന് യോജിച്ച് വന്നാൽ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ ഒരു ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ ഒരുമാതിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ കുറുക്കിയെടുക്കണം. പരിപ്പിലുള്ള വെള്ളവും ശർക്കരയിൽ ചേർത്ത വെള്ളവും എല്ലാം വറ്റി ഇത് നന്നായി കുറുകി ഡ്രൈ ആക്കി എടുക്കാം. ഇത് ഇതുപോലെ വറ്റിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ രീതിയിൽ ഇളക്കി കുറുക്കി വറ്റിച്ചെടുത്താൽ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതായത് ഇപ്പോൾ ഏകദേശം കുറുകി കട്ടിയാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഇളക്കി കുറുക്കിയെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഈ നെയ്യ് ചേർത്ത് കുറുക്കുമ്പോൾ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ്. പായസം തിളച്ച് തുടങ്ങിയാൽ അതെപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കയ്യിലൊക്കെ വീണ് പൊള്ളാതെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ പരിപ്പും ശർക്കരയും കൂടെ നന്നായി ഇളക്കി കുറുക്കി വരട്ടി എടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറ് കറുത്ത കളറിനോട് അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതിനിയും കൂടുതൽ സമയം ഇളക്കിയാൽ കൂടുതൽ ഡാർക്കായി കിട്ടും. പിന്നെ ശർക്കര ചേർക്കുമ്പോൾ ബ്രൗൺ കളർ ശർക്കര ചേർത്താൽ മാത്രമേ ഈ ഒരു കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ റെഡിയാക്കാനായി 4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയുടെ ഉണക്കനുസരിച്ച് ഇതിൽ നിന്നും കിട്ടുന്ന പാലിൻ്റെ അളവ് കുറച്ചൊക്കെ മാറും. അപ്പോൾ ഈ ഒരളവ് പായസത്തിലേക്ക് 1 കപ്പ് 1-ാം പാലും 3 കപ്പ് 2-ാം പാലുമാണ് ആവശ്യം. അതുകൊണ്ട് 1 കപ്പ് 1-ാം പാൽ എടുക്കാനായി ഇതിലേക്ക് 3/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇതിനെ ഒരു 30 സെക്കൻഡ് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതൊരു അരിപ്പയിലൂടെ പിഴിഞ്ഞെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞെടുക്കാം. അങ്ങനെ 1 കപ്പ് നല്ല കട്ടിക്കുള്ള 1-ാം പാല് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് ഈ തേങ്ങ വീണ്ടും നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ചേർത്തടിച്ചാലാണ് 3 കപ്പ് 2-ാം പാല് കിട്ടുന്നത്. അപ്പം മുഴുവൻ വെള്ളം ഒരുമിച്ച് ചേർക്കരുത്.
ആദ്യം 1 കപ്പോ 1.5 കപ്പോ ചേർത്ത് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ചേർത്ത് രണ്ടാം പാല് അടിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് മൂന്നാം പാൽ എടുക്കുന്നില്ല, വെള്ളം ചേർത്താണ് പരിപ്പ് വേവിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം പാല് വെള്ളം കുറേശ്ശെയായി ചേർത്ത് പിഴിഞ്ഞെടുക്കാം. അതായത് ഇപ്പോൾ 3 കപ്പ് രണ്ടാം പാലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വരട്ടിയെടുത്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ മടിയുള്ളവർക്ക് പശുവിൻ പാൽ യൂസ് ചെയ്തും ഈ പായസം ഉണ്ടാക്കാം. ഈ സമയത്ത് തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാല് തിളപ്പിച്ചത് ചേർത്ത് യോജിപ്പിച്ചാൽ മതി. ഇനി ഇത് സാവധാനത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് കുറുക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് യോജിച്ച് വരാൻ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ടിക്ക് കിടന്ന പരിപ്പൊക്കെ ലൂസായി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി വീണ്ടും കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്നത് കൊണ്ട് ഫുൾ ടൈം ഇളക്കണമെന്നില്ല. ഒന്ന് കുറുകുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. രണ്ടാം പാലിൽ കിടന്ന് പരിപ്പ് വീണ്ടും വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു പാകത്തിന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് വീണ്ടും 2-3 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കരുത്, അതിന് മുന്നേ ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാം. 1 കപ്പ് ഒന്നാം പാല്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ചൂടൊന്ന് പൊങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ചേർക്കണമെന്നില്ല. 1/4 ടീസ്പൂൺ ചേർത്ത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ വീണ്ടും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂസും റൈസിൻസും തേങ്ങാക്കൊത്തും ചേർക്കാം. ഈ സമയത്ത് ഇതിലേക്ക് മുഴുവൻ ചേർക്കുന്നില്ല, കുറച്ച് ഗാർണിഷ് ചെയ്യാനായി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ തനതായ രുചിയിൽ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പായസത്തിൽ പരിപ്പിനോട് കൂടെ തന്നെ അതേ അളവിൽ നെല്ലുകുത്തി അരി കൂടി ചേർത്ത് പായസം ഉണ്ടാക്കിയാലും നല്ല രുചിയാണ്. ഞങ്ങൾ അങ്ങനെയും പരിപ്പ് പായസം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലൊന്ന് പരിപ്പ് പായസം തയ്യാറാക്കി നോക്കണം. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും മറക്കരുത്. ഞങ്ങളുടെ ഫുൾ ഓണസദ്യ വീഡിയോ ഉണ്ട്, അതും കാണാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഓണം സ്ട്രോബെറി ചാനലിനൊപ്പം മറ്റൊരു ഓണം റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.